വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ LDF നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ CPM പ്രതിനിധികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലായിട്ട് CPI പ്രതിനിധികൾ കൂടി പത്രിക സമർപ്പിക്കുന്നതോടെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയാവും. നോമിനേഷന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു. കുറച്ച് സ്ഥാനാർത്ഥികൾ കൂടി ഇനി നോമിനേഷൻ കൊടുക്കാനുണ്ട്. അത് രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച് കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ വെളിയങ്കോട് പഞ്ചായത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിച്ചു കഴിഞ്ഞതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. 16 വർഷത്തെ UDFന്റെ ഭരണം അത്രമേൽ വെളിയങ്കോട് പഞ്ചായത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. കൃത്യമായ രീതിയിൽ ഭരണ നിർവഹണം നടത്താൻ അവർക്ക് കഴിയാതെ വന്നിരിക്കുന്നു. പ്ലാൻ ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കഴിഞ്ഞ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി ക്രമക്കേടുകളെയാണ് ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ജനമധ്യത്തിൽ ആ ഭരണം നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയും അതിൻ്റെ ഭാരവാഹികളുമായി വെളിയങ്കോട് പഞ്ചായത്തിലെ ഭരണം മാറി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ സമരങ്ങൾ, അതിൻ്റെ ബഹുജനങ്ങളുടെ പിന്തുണ, ഇതെല്ലാം അത് വെളിവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ആധികാരികമായി വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളും അതാത് മേഖലയിലെ അതാത് വാർഡുകളിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്ത് കാട്ടും എന്നാണ് പറയാനുള്ളത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.